നല്ല എരിവും കുറച്ച് പുളിയും കുറച്ച് മധുരമുള്ള ഒരു ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് പകരം എല്ലുള്ള ചിക്കനും വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ബോളിലേക്ക് നമുക്ക് മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീരൂടെ ചേർക്കാം. അതിന് പകരം വിനീഗർ വേണമെങ്കിലും ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മാരിനേഡ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് 1/2 കിലോ 500 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അരപ്പെല്ലാം നമ്മൾ നന്നായിട്ട് ചിക്കനിൽ പുരട്ടി. ഇനി കോൺഫ്ലവർ ഇതിനകത്ത് ചേർക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. കോൺഫ്ലവർ ചിക്കനിലെല്ലാം നന്നായിട്ട് പെരളണം. നമ്മൾ കോൺഫ്ലവർ ഇടുന്നത് നമ്മൾ ചേർത്തേക്കുന്ന മസാല എല്ലാം അതിൽ പറ്റിയിരിക്കാനായിട്ടും കൂടിയിട്ടാണ്, ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇറച്ചിനകത്തേക്ക് ഇടാം. ഒരു സൈഡ് കുക്കാകുമ്പോൾ ടേൺ ചെയ്യുക, മറ്റേ സൈഡ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് വലിയ കുക്കിംഗ് ടൈം എടുക്കത്തില്ല, അത് പെട്ടെന്ന് കുക്കാവും. ഇവിടെ ചിക്കൻ കുക്ക്ഡ് ആയിട്ടുണ്ട്, എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ബാച്ചാണ്, അത് ഫ്രൈ ചെയ്തെടുത്തു. ഈ എണ്ണ വേണമെങ്കിൽ നിൽക്കൊന്ന് അരിച്ചിട്ട് വീണ്ടും എടുക്കാം. ഞാനൊന്ന് അതിനകത്തുള്ള മട്ടുകളെല്ലാം ഒന്ന് മാറ്റുകയാണ്. അല്ല നമ്മൾ പിന്നെയും ചൂടാക്കുമ്പോൾ വല്ലാണ്ട് കരിഞ്ഞു. ഇനി ആദ്യം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുക്കാം. 5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കോരി മാറ്റാം. ഈ
സെയിം എണ്ണയിലേക്ക് തന്നെ ഇവിടെ സവോള ഒരു കപ്പാണ്, സവോളയും ചുമന്നുള്ളിയും കൂടെ ഒരു കപ്പ് എടുത്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ചേർക്കാം. ഒരുപാട് എണ്ണ കൂടുതലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വേണം കുറച്ച് മാറ്റിയിട്ട് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ചേർക്കാം, വളരെ കുറച്ച് ഉപ്പ്. ആ ഉള്ളിക്ക് വേണ്ട ഒരു ഉപ്പ് കണക്കാക്കി ഇടുക. സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാം. 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാനുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് മല്ലിപ്പൊടി, ഗരം മസാല പൊടി ഒരു 1/8 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ അത് എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഞാൻ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറണം, ചില്ലി ഫ്ലേക്സിന് പച്ചക്കൊത്ത് മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് ചേർക്കുന്നത് സോസാണ്, ടൊമാറ്റോ സോസ്. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കാം. 1/4 കപ്പിൻ്റെ പകുതി വെള്ളം ചേർക്കുന്നത്, ഒരു 1/8 കപ്പ്. ഒരു സോസ് പോലെ ആയിട്ട് കിട്ടണം, തിക്കൊരു സോസ് പോലെ ആയിട്ട് കിട്ടണം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനകത്തേക്ക് ചേർക്കാം. ആ മസാല ഇതിലേക്ക് നന്നായിട്ട് കോട്ടഡ് ആവണം, അതുവരെ നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം ലാസ്റ്റായിട്ട്. ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. ഇതിന് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പൊടിക്ക് ഉപ്പ് കുറവാണ്, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്യുവാണ്. ഉപ്പ് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആണ്. ചിക്കൻ കൊണ്ടാട്ടം ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല ചെറിയ സ്പൈസിയാണ്, ചെറിയൊരു മധുരവും കുറച്ച് പുളിയും ഒക്കെ ഉള്ളൊരു ഡിഷാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഈ ഒരു ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.